ശ്രീമതി മാല പാർവതി നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട ഒരു സ്ത്രീ വിരുദ്ധനാണ് ബോബി ചെമ്മണ്ണൂർ. ഒരൊറ്റ ഇൻസ്റ്റൻസ് അല്ല ഉള്ളത്. കഴിഞ്ഞ ഒരു 5-6 വർഷമെങ്കിലുമായി പബ്ലിക് സ്പേസിൽ തുറന്ന സ്ത്രീ വിരുദ്ധത, അധിക്ഷേപം, ദ്വയാർത്ഥമൊക്കെ വമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഒരാളുടെ പ്രശ്നം എന്നുള്ളതിലുപരി അയാൾക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുന്നത് കൊണ്ട് എന്ത് മാറ്റം അക്കാര്യത്തിലുണ്ടാവും? എന്തായാലും ഈ ഓൺലൈൻ വഴി, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന ആളുകളെങ്കിലും ഒന്ന് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഒരു ദിവസമായിട്ടെങ്കിലും കമന്റ് ഇടുന്ന കുപ്രസിദ്ധ കമന്റുകാരൊക്കെ ഒളിവിലാണ്. കണ്ടു തന്നെ അറിയണം അഭിലാഷ്. നമ്മൾ കുറേ നാൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധന അല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗിക പ്രയോഗങ്ങളിൽ, ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ രമിച്ച് ആഘോഷിച്ച് അതിൽ ഫാൻസ് ഉണ്ടാക്കി ആഘോഷിക്കുന്ന പണക്കാരനായിട്ടുള്ള ഒരു റിച്ച് പ്ലേ ബോയെ മലയാളി ഒരു ഐഡലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ തലേ ചുമന്ന് ഡാൻസ് ചെയ്ത് പാട്ടുപാടി മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുപോകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇദ്ദേഹത്തിന് ഇവിടെ അമ്പലം കിട്ടുമോ എന്നും കണ്ടു തന്നെ അറിയണം. കാരണം റിച്ച് പ്ലേ ബോയ് നമ്മുടെ ഒരു സിനിമയിലും ഒക്കെ കാണുന്ന ഒരു നമ്മൾ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിംബമാണ്. അതുകൊണ്ട് അറിഞ്ഞൂടാ. പക്ഷേ നിയമം എന്ന് പറയുന്നതിൽ ഒരു നിയമത്തിന് ആശ്രയിക്കാമെന്നും ചിലപ്പോഴെങ്കിലും നമുക്കൊരു പ്രതിരോധത്തിന് നിയമം നമ്മളോടൊപ്പം നിൽക്കുമെന്നും വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ ഒരു അറസ്റ്റ് വന്നതെന്ന് ഗതിയിൽ സാധാരണ മനുഷ്യർ, കാരണം കേരളം ഒരു സുരക്ഷിതമായ ഇടമായി നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. നാളെ ഒരു കാലത്തെങ്കിലും സ്വതന്ത്രമായി ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരിടമായി കേരളത്തിന് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും ഈ ഒരു നിയമത്തിന്റെ ഈ നടപടിയെ ആശ്വാസമായിട്ട് കാണുന്നു. അത് ആശ്വാസമായി കാണുമ്പോൾ തന്നെ ശ്രീമതി മാല പാർവതി, സിക്കായിട്ടുള്ള ഒരു വലിയ ജനക്കൂട്ടം ഉണ്ട്. നോക്കൂ, ബസ്സിനകത്ത് വെച്ച് നഗ്നത പ്രദർശിപ്പിച്ച് അശ്ലീലം കാണിച്ച ആള് അറസ്റ്റിലായി പുറത്തിറങ്ങിയപ്പോൾ അയാളെ മാലയിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു സമൂഹമുണ്ട്. അപ്പോൾ അതിലൊന്നും നിൽക്കില്ല ബോബിയുടെ ആരാധകർ. പാലഭിഷേകവും കട്ടൗട്ടും വരെ നമ്മൾ കാണേണ്ടി വരും. വളരെ സിക്കായിട്ടുള്ള ഒരു സമൂഹം അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ വേണ്ടേ നമ്മുടെ ആശ്വാസങ്ങളൊക്കെ? തീർച്ചയായിട്ടും എനിക്കൊരു ആശ്വാസമില്ല. അതേ ഞാൻ പറഞ്ഞു, നാളെ അമ്പലം വരെ കെട്ടും ബോച്ചെ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഇനിയിപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഒരു ലൈംഗികമായി ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബോച്ചയുടെ അവിടെ പോയി പാലഭിഷേകം നടത്തിയാൽ മതി എന്ന് വരെ പറയുമോ എന്ന് അറിഞ്ഞൂടാ. ആ തരത്തിൽ നമ്മുടെ ആൾക്കാർ പറയാം. എന്നുവെച്ചാൽ ആരാധനയൊക്കെ ആ ലെവലിലാണ്. ഒരുപാട് തരത്തിൽ ഈ ഫ്രസ്ട്രേഷൻസും എല്ലാമുള്ള ഈ ലോക്ക് പ്രൊഫൈലിൽ ഇരുന്ന് അശ്ലീലം എഴുതി അതൊരു ജീവിതമാർഗമായി, അല്ലെങ്കിൽ അതിൽ മാത്രം രമിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതാണ് ഒരു തൊഴിൽ. രാവിലെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ്. രാവിലെ എണീക്കുക, ഈ കമൻ്റ് ഇടുക, സ്ത്രീകളെ ആക്ഷേപിക്കുക, അതിൽ തന്നെ അതിൻ്റെ ധർമ്മം കണ്ടെത്താനായിട്ട് വായിക്കുക. ആ കമൻറ്റുകളിൽ പറയുന്ന ഒരു മാർക്ക് ആ വ്യക്തിക്കിടുക. കമൻറ്റുകൾ, ആ സ്ത്രീയെ, ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ കമൻറ്റുകൾ വായിക്കണം. അയ്യോ, ആൾക്കാർക്ക് അവരെ കണ്ടുടാ, അവരെന്തൊക്കെ പറയുന്നറിയാം. അതാണ് പിന്നെ സമൂഹത്തിന് അവരെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ്. ആ തരത്തിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേരളം. ഇതിന് നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു ചർച്ചയാണ് 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചൂടെ? അത് തെറ്റാണല്ലേ? ഒരു സ്ത്രീ അപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം, സമൂഹം ബോധവൽക്കരിക്കപ്പെട്ടതോ പുതിയ രാഷ്ട്രീയ ഉണർവിലേക്കോ പുതിയ സംസ്കാരത്തിലേക്കോ വന്നതോ ഒന്നുമല്ല. പണി കിട്ടും, പോലീസ് പിടിക്കും, തോന്നിയാസം പോയി ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എഴുതിയാൽ പിടിച്ചകത്തിടും എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഈ കൂട്ടരൊന്ന് അടങ്ങിയത് എന്ന കാര്യം നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽ വേണം. ബോധവൽക്കരണമല്ല, ആക്ഷനാണ് ഇക്കാര്യത്തിൽ.